Hallelujah. Praise the Lord. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപാകെ വരുവാനുള്ളതായ സാഹചര്യം ദൈവം ഒരുക്കി എന്ന് ഞാൻ വിശ്വസിക്കാം. ഇത് ഇവിടെ പ്രസ്താവിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് Islam and Muslim vs Christianity. I was made one episode in English, and his first part I made in 3 languages: English, Hindi and Malayalam. So one of the friend told me, please make it separate language. So I made the second part of this in English already, so that you can get in my YouTube. So my YouTube ID is Mathai Manucheran. Mathai, Mathai, Manucheran, Mannucheral. That is my YouTube ID. My phone number is 907-268 7419. So anybody have anywhere in this world have any question about I am preaching, discussing or advising, addressing, whatever it is. If you have anywhere from the world to ask me, if you ask the questions related with the Bible, I will give you the answer from the Bible. Okay? So this presentation I'm going to will do in Malayalam, because in Malayalam language speaking people have a problem today. So my subject, Islam and Muslim vs Christianity. എൻ്റെ വിഷയം Islam and Muslim vs Christianity. ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് ഇതുവരെയും സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാനൊരു റിട്ടയർമെൻ്റ് എടുത്തിട്ടില്ല, ഒരു വെക്കേഷൻ എടുത്തിട്ടില്ല, ഒരു ഹോളിഡേ എടുത്തിട്ടില്ല ഇൻ മൈ ലൈഫ്. ടുഡേ ഇന്ന് എനിക്ക് എല്ലാം കൂടെ 80 വയസ്സ് പ്രായമുണ്ട്. ഈ 80 വയസ്സ് പ്രായത്തിൽ 20ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഫുൾ ടൈം വിശേഷമില്ല
ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇന്നുവരെയും ഒരു ശമ്പളം വാങ്ങിച്ചിട്ടില്ല. ഒരു മിഷ്യൻ്റെ ഇതായ ഒരു സാലറി അല്ലെങ്കിൽ ഒരു ശമ്പളം, ഒരു വേതനം എനിക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ഇടയ്ക്കുമ്പോഴേക്കും ഒക്കെ ഓരോരുത്തർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് മിഷൻ സപ്പോർട്ടല്ല. ആരും സഹായിച്ചില്ല എന്ന് പറയാനൊക്കത്തില്ല. അത് കള്ളം പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദൈവം എന്നെ നടത്തി. ഈ കഴിഞ്ഞ 60 വർഷക്കാലം ദൈവം തമ്പുരാൻ എന്നെ നടത്തി. ഇനി വേറൊരു കാര്യം, ഈ 20 വയസ്സിന് മുമ്പേ 20ാമത്തെ വയസ്സിൽ ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ച് ഇറങ്ങി. അതാണ് 20 വയസ്സെന്ന് പറഞ്ഞു. എന്നാൽ 16ാമത്തെ വയസ്സ് മുതൽ ഞാൻ പ്രസംഗിക്കുന്നു. ആദ്യം പ്രസംഗിക്കുന്നത് ആരും പഠിപ്പിച്ചിട്ടല്ല, എനിക്കങ്ങനെ തോന്നി. ബൈബിളിലെ വാക്യങ്ങൾ കാണാതെ പഠിച്ച് അത് വഴിനീളം വിളിച്ചു പറയാൻ ഉള്ള ഒരു ഉത്തേജനം എനിക്കുണ്ടായി. ആര് തന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അന്ന് അറിയത്തില്ല, ഇന്നും അറിയാൻ വയ്യ. എന്നാൽ ദൈവം എന്നെ നടത്തി എന്നാണ് അവസാനം ഞാൻ കണ്ടുപിടിച്ചത്. സ്തോത്രം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തോട്ട് കയറാം. എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെയും പൈസ വാങ്ങിക്കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ലിത്. സ്തോത്രം. അപ്പൊ ഞാന് ഒരു ജാതിയെ കുറിച്ചോ ഒരു മതത്തെ കുറിച്ചോ എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അങ്ങനെ ഹിന്ദുക്കളെ കുറിച്ചോ അല്ലെ മുഹമ്മദിയരെ കുറിച്ചോ ഒരു വാക്ക് പറയാൻ എൻ്റെ നാവ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഉത്തരേന്ത്യയിൽ എല്ലാം കൂടെ 35 വർഷക്കാലം പ്രസംഗിച്ചു. 21 സ്റ്റേറ്റുകളിലായിട്ട് മാറി 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 യാത്ര ചെയ്ത് പ്രസംഗിച്ച്, അത് വെളിം പ്രസംഗമായിരുന്നു കൂടുതലും. എന്ന് പറഞ്ഞാൽ മാർക്കറ്റുകളിൽ പോയി നിന്ന് പ്രസംഗിക്കുക, പുസ്തകങ്ങൾ വിതരണം ചെയ്യുക, ട്രാക്ട്സ് വിതരണം ചെയ്യുക. പിന്നെ ശനി ഞായറും വീട്ടു പ്രാർത്ഥന, സഭായോഗങ്ങൾ, ഇങ്ങനെ ഉള്ളതായ കാര്യങ്ങൾ. വാസ്തവത്തിൽ ഏതാണ്ട് 16ാമത്തെ വയസ്സ് മുതൽ ഞാൻ ബിസിയായിരുന്നു. ഈ ലോകപ്രകാരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഇടപെടാൻ സംഗതിയായില്ല. അപ്പോൾ ഞാൻ ദൈവം തമ്പുരാൻ എന്നെ നടത്തി എന്നാണ് എനിക്ക് പറയാൻ ഉള്ളത്. കാരണം വേദപുസ്തകം പഠിക്കുകയും യേശു ക്രിസ്തു എന്നെ രക്ഷിതാവായി സ്വീകരിക്കണം, അങ്ങനെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ, പരിശുദ്ധാത്മാവല്ല നാമത്തിൽ സ്നാനം ഏൽക്കണമെന്നും അത് നിമജ്ജന സ്നാനമായിരിക്കണമെന്നും ഒക്കെ ബൈബിളിൽ നിന്ന് പഠിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ പഠിച്ചു. ഇതാരോടും മൂപ്പി ചോദിച്ചുകൊണ്ടല്ല, എനിക്ക് ദൈവം തന്നതായ നിഗമനം അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയി. അപ്പൊ ഇപ്പോഴും അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് ഈ പ്രസംഗിക്കുന്നത് ആരും പറഞ്ഞിട്ടല്ല പ്രസംഗിക്കുന്നത്. പക്ഷെങ്കിൽ ഞാൻ യൂട്യൂബ് ഇല്ല, എന്നെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഐഡിയ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് എന്ന് ആരംഭിച്ചോ അന്ന് മുതൽ ഫേസ്ബുക്കിൽ ഞാൻ എഴുതാറുണ്ട്. ഫേസ്ബുക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് ന്യൂസ് ലെറ്റർ സാക്രിഫൈസ് എന്ന പേരിൽ
ന്യൂസ് ലെറ്റർ അച്ചടിച്ചിറക്കി വിതരണം ചെയ്യുമായിരുന്നു. അത് ബുദ്ധിമുട്ടും പ്രയാസവും പണം ചെലവുമുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഫേസ്ബുക്ക് ആരംഭിക്കുന്നത്. ആ ഫേസ്ബുക്ക് ആരംഭിക്കുമ്പോൾ ആരംഭത്തിൽ തന്നെ ഞാൻ അതിനകത്ത് എഴുതുമായിരുന്നു. അങ്ങനെയാണ് അത്. ഭൂമിയിൽ ഏതെങ്കിലും എവിടെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ഫേസ്ബുക്കിന്റെ ആരംഭം മുതൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മത്തായി മണ്ണൂച്ചേരിൽ നിന്ന് എഴുതിയാൽ എൻ്റെ നോട്ടുകൾ അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നത് എന്നാന്ന് ചോദിച്ചാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞാനിങ്ങനെ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കും. എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും തകരാറ് പറ്റിയ എന്നോട് ക്ഷമിക്കണം. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ പോക്ക്. മലയാളികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സഹകരണവുമില്ല. മലയാളം വാക്കുകൾ ഉച്ചരിക്കേണ്ട രീതിയിൽ എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്റെ തോന്നലാണ്. പിന്നെ എങ്ങനെങ്കിലും ആട്ടെ. അപ്പോ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വരാൻ കാരണം ഫേസ്ബുക്കിൽ പിന്നെ മുഹമ്മദിയർ പണ്ഡിതന്മാരാണെന്നും പറഞ്ഞുകൊണ്ട് സക്കീർ നായിക്കും MM അക്ബറും മിസ്റ്റർ ബലാശ്ശേരി അതുപോലെ പലര് കേരളത്തിൽ നിന്നും മറ്റ് പല ദേശങ്ങളിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മിസ്റ്റർ ബേറ എന്ന് പറഞ്ഞ വേറൊരാള്. ഇവരെല്ലാം ഈ വേദപുസ്തകത്തിന്റെ വാക്യങ്ങൾ ബൈഹാർട്ട് പഠിച്ച് അത് തെറ്റാണ്, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചില്ല, ആ യേശുവിന്റെ സ്ഥാനത്ത് വേറെ ആരാണ്ടോ മരിച്ചു, ഇങ്ങനെയൊക്കെ ഉള്ളതായ തോന്നിവാസം പറഞ്ഞു പരത്തി നാനാവിധമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മുസ്ലിങ്ങൾ. അതുപോലെ തന്നെ ക്രിസ്തീയ യുവാക്കന്മാരെ, യുവതികളെ, പഠിത്തമുള്ളവരെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ള പഠിത്തമുള്ള പെൺപിള്ളാരെ അവരുടെ മാതാപിതാക്കൾ അറിയാതെ അവർക്ക് വിഷം കൊടുത്തു, മദ്യം കൊടുത്തു, മയക്കുമരുന്ന് കൊടുത്തു. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ കൊടുത്ത്, കഞ്ചാവ്, അതുപോലെ ഹെറോയിൻ, എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെ ഉള്ളതായ സാധനങ്ങൾ പൂജ ചെയ്ത് എന്ന് പറഞ്ഞാൽ യാതു മന്ത്രം ചെയ്ത് കൊടുത്ത് കുഞ്ഞുങ്ങളെ വശത്താക്കി അവരെ കൊണ്ടുപോയി മതം മാറ്റി വ്യഭിചാരശാലയിൽ വിൽക്കുക. അതുപോലെ തന്നെ വലിയ പണക്കാർക്ക് വിൽക്കുക അവരുടെ സെക്ഷൽ പരിപാടികൾക്ക്. ആ പെൺകുഞ്ഞുങ്ങൾ സെക്സലായിട്ടുള്ള കാര്യങ്ങൾക്ക് മനസ്സ് തുറന്നില്ലെങ്കിൽ അവരെ കൊല്ലുക. ഇതൊക്കെയാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് പിള്ളാരെ പിടിച്ചോണ്ട് പോയി 3 4 ഭാര്യമാരാക്കി കുഞ്ഞുങ്ങളെ വർദ്ധിപ്പിക്കുക. അങ്ങനെയാണ് മുസ്ലിങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം മനസ്സിലാക്കണം. ഓരോ ക്രിസ്ത്യാനികളോടുമാണ് ഞാൻ ഈ പറയുന്നത്. കേട്ടോ, നിന്റെ കണ്ണ് നീ തുറക്കണം. നീ ക്രിസ്ത്യാനി ആണെങ്കിൽ മന്ത്രവാദത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറണം. കുരിശ് വെച്ച് ആരാധിക്കുന്നതെന്ന് ഒഴിഞ്ഞു മാറണം. വിഗ്രഹം വെച്ച് ആരാധിക്കുന്നതെന്ന് ഒഴിഞ്ഞു മാറണം. അത് പടം വെച്ച് ആരാധിക്കുന്നതെന്ന്
ദൈവമല്ല നിന്റെ ദൈവം. അത് പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ അങ്ങോട്ട് പ്രസ്താവിക്കാൻ പോവുകയാണ്. അപ്പം കർത്താവായ യേശു ക്രിസ്തു വന്നത് എന്തിനാ? യേശു രക്ഷകനാണോ? രക്ഷകനാണ്. യേശു ദൈവമാണോ? അല്ല. ഇത് മനസ്സിലാക്കണം. ഇന്ന് മലയാളക്കരയിൽ മലയാളികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ അനുഗ്രഹിക്കപ്പെട്ടതായ രീതിയിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് മലയാളക്കരയിലുള്ളത്. അതിൻ്റെതായ അനുഗ്രഹം മലയാളക്കരയ്ക്കുണ്ട്. അത് നശിച്ചുകൊണ്ടിരിക്കുക. കാരണം ക്രിസ്തീയ വിഭാഗം എന്ന് പറയുന്ന റോമൻ കത്തോലിക്കര്, അതുപോലെ തന്നെ യാക്കോബക്കാര്, മർത്തോമക്കാര്, പാത്രിക്കീസുകാര്, ബാവാ കക്ഷി, സിറിയൻ ഓർത്തഡോക്സ്, ഇവരെല്ലാം മന്ത്രവാദികളാണ്. കുറവലങ്ങാട്ട് പള്ളിയിൽ ചെന്ന അവര് മന്ത്രവാദികളുടെ ഒരു പെരുന്നാൾ അവിടെ ഉണ്ട്. അതെന്തിനാ ഈ ക്രിസ്തീയ പള്ളി മന്ത്രവാദികളുടെ പെരുന്നാൾ എന്തിനാ? ഞാനീ പറയുന്നതിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ ഓടിപ്പോകത്തില്ല. അപ്പൊ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് ഇവര് വേദപുസ്തകത്തിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നും ഒക്കെ വാക്യങ്ങൾ കാണാതെ പഠിച്ച്. കാരണം മുഹമ്മദിയര് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് അവരുടെ ഖുർആൻ ബൈ ഹാർട്ട് പഠിപ്പിക്കും. അപ്പൊ ചില കുഞ്ഞുങ്ങൾ കാണാതെ പഠിക്കുന്നതിൽ വലിയ മിടുക്കന്മാരായിരിക്കും. എന്ന് പറഞ്ഞ പോലെ സക്കീർ നായിക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒളിഞ്ഞു നടക്കുവാണ്. അപ്പൊ എവിടെയാണെന്ന് അറിയാൻ വയ്യ. ഇന്ത്യക്കകത്ത് വരാനൊക്കത്തില്ല, ശ്രീലങ്ക വരാനൊക്കത്തില്ല. ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് നടന്നോണ്ട് അവിടുന്ന് ഇവിടുന്ന് പണം പിരിച്ച് വലിയ മീറ്റിങ്ങുകളൊക്കെ വെച്ചിട്ട് വേദപുസ്തകം അറിയാത്തവരുടെ മുമ്പിൽ നിന്ന് ഇത് വിളിച്ചു പറഞ്ഞിട്ട് അവര് താളടിയാക്കുന്ന, കളിയാക്കുന്ന, ഗോഷ്ഠി കാണിക്കുന്നതായ രീതിയിൽ ആണ്. അതാണ് ഞാൻ ഈ വിഷയം എടുക്കാൻ, ഇതിപ്പോ ഇത് സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം ഞാൻ ഒരു കാരണവശാലും ഒരു ജാതിയെക്കുറിച്ചോ ഒരു മതത്തെക്കുറിച്ചോ പ്രസംഗിക്കാറില്ലായിരുന്നു. അങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത്, നോർത്ത് ഇന്ത്യയിൽ പ്രസംഗിക്കുന്ന സമയത്ത് എന്നോട് മുഹമ്മദിയരായിട്ടുള്ളവരും ഹിന്ദുക്കളായിട്ടുള്ളവരും വന്നിട്ട് പറയും, സാറേ കുറച്ചുകൂടെ ഒന്ന് പ്രസംഗിക്കും, ഞങ്ങളൊന്നുകൂടെ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് കടും കാപ്പി വാങ്ങിച്ചുകൊണ്ട് തരും, ചിലപ്പോൾ ചായ വാങ്ങിച്ചുകൊണ്ട് തരും, ചിലപ്പോൾ കൊക്കക്കോള വാങ്ങിച്ചുകൊണ്ട് തരും. ഇച്ചിരി കൂടെ പ്രസംഗിക്കും സാറേ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങൾ അവരുടെ പള്ളികളിൽ മസ്ജിദിൽ കൊണ്ടുപോയി എനിക്ക് നല്ല ഞാൻ ക്ഷീണിച്ച് ഇരിക്കുകയാണെങ്കിൽ വന്ന് എന്നെ തലോടുകയും എൻ്റെ വിശർപ്പുകളൊക്കെ മാറ്റി എനിക്ക് ആഹാരമൊക്കെ തരുമായിരുന്നു. അവരുടെ വീടുകളിൽ കൊണ്ടുപോകുമായിരുന്നു ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ. അതുപോലെ തന്നെ ഹിന്ദുക്കൾ ഒരു തരത്തിലും ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ എൻ്റെ ശത്രുക്കളായി അല്ല, ഇന്നുമല്ല. പക്ഷേ ഇത് മനഃപൂർവമായിട്ട് ഈ പാർട്ടികൾ മുസ്ലിം സഹോദരങ്ങളിൽ നിന്ന് പണം ശേഖരിച്ച് ഇങ്ങനെയുള്ളതായ മീറ്റിങ്ങുകളൊക്കെ കൂട്ടിട്ട് അവിടെ നിന്ന് ക്രിസ്ത്യാനിറ്റിയെ താളടിയാക്കുന്ന രീതിയിലുള്ളതായ പ്രസംഗം നടത്തുക. അത് എനിക്കത് പ്രയാസമായി. അത് തന്നെയല്ല, പാലായിലെ ബിഷപ്പ് എൻ്റെ ജനങ്ങളോട് നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ
ഈ വെറികെട്ടവന്മാര് മുസ്ലിങ്ങള് ആ ബിഷപ്പിനെ മർദ്ദിക്കാനായിട്ട് കയറി വന്ന് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാന് ആ ബിഷപ്പിനെ പോലെ തന്നെയാണ് അതിനെക്കാട്ട് കേമമായ രീതിയിൽ 10-60 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വിശേഷം പ്രസംഗിക്കുന്ന പല രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് ആൾക്കാരെ അറിയാം. അതുകൊണ്ട് ഞാൻ ഈ വിഷയം എടുത്ത് പ്രസംഗിക്കുകയാണ്. അതിനകത്ത് ഖുർആൻ എന്ന് പറയുന്നതായ പുസ്തകം ആണല്ലോ മുഹമ്മദിന് വിശുദ്ധ ഖുർആൻ എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഖുർആനകത്ത് എന്തോന്നാ വിശുദ്ധിയുള്ള? ഖുർആനകത്ത് എന്തോ തരത്തിലുള്ള വിശുദ്ധിയാണോ ഉള്ളത്? ഒരു ദൈവികമായിട്ടൊരു വാക്യമുണ്ടോ അതിനകത്ത്? ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു വാക്യമുണ്ടോ അതിനകത്ത്? ദൈവം എന്താണെന്നത് ഖുർആൻ പറയുന്നുണ്ട്. ദൈവം ആരാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നതിന് മറുപടി, നീ മുഹമ്മദിയനാണെങ്കിൽ നീ തരണം. സക്കീർ നായിക്കിനോടാണ് ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിൽ MM അക്ബറിനോടാണ് ഞാൻ ഈ പറയുന്നത്. നിന്റെ ഖുർആനകത്ത് ദൈവികമായിട്ട് ഒരു വാക്യമെങ്കിലും ഉണ്ടോ? നിന്റെ ഖുർആനകത്ത് പാപത്തിന് ബോധം വരുത്തുന്നതായ ഒരു വാക്യമുണ്ടോ? ഒരു വാക്യമുണ്ടോ? ഒരു വാക്യമെങ്കിലും ഉണ്ടോ സാറേ? മിസ്റ്റർ MM അക്ബർ, നിങ്ങൾ വലിയ വലിയ കാര്യമായ രീതിയിൽ അവിടെ പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടു, ഞാൻ കേട്ടു. ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഖുർആനകത്ത്, നിന്നെന്നാ ഞാൻ വിളിക്കുന്നേ, കാരണം എനിക്ക് 19 വയസ്സ് പ്രായമുണ്ട്, അതുകൊണ്ടാണ്. ഞാൻ എന്നെക്കാട്ടി ചെറിയതാ. അതുകൊണ്ട് നിന്റെ ഖുർആനകത്ത് ദൈവികമായിട്ട് ഏതെങ്കിലും ഒരു വാക്യമുണ്ടോ? ആത്മരക്ഷ പ്രാപിപ്പാൻ ഏതെങ്കിലും ഒരു വാക്യമുണ്ടോ? പാപത്തെ വെറുക്കുവാൻ, ദോഷത്തെ വെറുക്കുവാൻ, പാപികളെ സ്നേഹിപ്പാൻ നിന്റെ ഖുർആനകത്തൊരു വാക്യമുണ്ടോ? ഇവിടെ those Muslims are saying Christ did not die on the cross. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചില്ല എന്ന് നിന്റെ ഖുർആനകത്ത് എഴുതി വെക്കാൻ നീ ആരാ? കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് തന്നോടുകൂടെ സഹകരിച്ചതായ തൻ്റെ ശിഷ്യന്മാർ തങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും തങ്ങളുടെ കൈകൊണ്ട് തൊട്ടതും ആയിട്ടുള്ളതായ കാര്യങ്ങളാണ് പുതിയ നിയമത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. ആ പുതിയ നിയമത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്ന ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:14, യോഹന്നാന്റെ സുവിശേഷം 19:19 വാക്യം, മാർക്ക് സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം, എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഇത് വായിച്ചു നോക്കാൻ കർത്താവായ യേശു ക്രിസ്തു മരിച്ചോ ഇല്ലയോ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. The New Testament already mentioned, time is come, many shall fall in unbelieving, have no faith. പുതിയ നിയമത്തിനകത്ത് ഇത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. അവസാന സമയത്ത്
വിശ്വാസികളുടെ മേൽ വിശ്വാസം കാണുകയില്ല. വിശ്വാസികളുടെ മേൽ വിശ്വാസം കാണുകയില്ല. അവർ അൺബിലീവറായിട്ട് മാറും. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായ വിഷയങ്ങൾ. പുതിയ നിയമത്തിലുള്ളതായ വചനത്തിന്മേൽ വിശ്വാസമില്ലാതെ അവിശ്വാസികളായിട്ട് ഈ മുസ്ലിങ്ങൾ കള്ളന്മാര് പറഞ്ഞു വരുത്തുന്നതായ വാക്കുകൾ അവര് ഇപ്പോൾ നേരത്തെ അടിച്ചും കൊന്നും തലവെട്ടി ആൾക്കാരെ, ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ഹിന്ദുക്കളെയും നശിപ്പിച്ച് അവരുടെ വീട് വസ്തുക്കളും കൊള്ളയിട്ട് അവരുടെ ആണുങ്ങളെ കൊന്നു മുടിച്ചിട്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വശത്താക്കി സ്ലേവാക്കി അവരെ അടിമകളാക്കി വ്യഭിചാരശാലയിൽ വിറ്റു. നീ വാസ്തവത്തിൽ മുഹമ്മദ്, നീ ഒരു പ്രവാചകനാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്നാ? അതാണോ ദൈവത്തിന്റെ പണി? അപ്പൊ നിന്റെ അല്ലാഹ് ആരാണ്? നിന്റെ അല്ലാഹയുടെ പണിയല്ലയോ നീ ചെയ്തത്? ഖുറൈശി കുടുംബത്തിന്റെ തലപ്പത്തിരിക്കുന്ന ദേവനായ അല്ലാഹ് അബ്ദുള്ള ആണ് നിന്റെ സകലതും. എന്നിട്ട് പറയുകയാണ് there is no God. ആ ലോകത്തിൽ ദൈവമില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് മുഹമ്മദാണ്. അപ്പോൾ ഇന്നത്തെ കമ്മ്യൂണിസം അവരാരാ? അവര് പറയുന്നത് ദൈവം ഇല്ല എന്ന്. ഇന്നത്തെ മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ? ദൈവമില്ലാത്തവനാണ്. അപ്പോൾ ആ ദൈവമില്ലാത്തവൻ ദൈവമില്ലാത്തവർക്ക് കൂട്ടാൻ, ആ ദൈവമില്ലാത്തവർക്ക് കൂട്ട്. അതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ആ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും വേണമെങ്കിൽ എന്നോട് സഹാരിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങൾ നടത്താൻ ഞാൻ മറുപടി തരാം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് കേരളം പേടിച്ചു വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൈക്കൂലി വാങ്ങാൻ നിങ്ങൾ ആരാ? കേരളത്തിലെ ജനങ്ങളെ നശിപ്പിക്കുവാനുള്ള പരിപാടിയല്ലയോ? അപ്പൊ പണം ഉണ്ടെങ്കിൽ എന്തും ആകാം എന്ന വിചാരിക്കുന്നു. ഇന്ന് ഞാന് ഫേസ്ബുക്കിനകത്തുനിന്ന് ഒരു വീഡിയോ ഞാൻ കേട്ടതാണ്. 500 കോടി രൂപ തമിഴ്നാട്ടിൽ നിന്ന് കൈക്കൂലി വാങ്ങി. എന്നിട്ട് 1000 കോടി രൂപയുടെ 1000 കോടി രൂപ യൂസഫ് അലിയുടെ മോളിനകത്ത് പുള്ളി നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ആ വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് തെളിവായിട്ട് ഒഫീഷ്യൽ ലെറ്റർ എല്ലാം കാണിച്ചാണ് വിവരം കാണിച്ചിരിക്കുന്നത്. ഇതാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത്. ആ കേരളത്തിൽ നടക്കുന്നതായ പ്രക്രിയകൾക്ക് മുസ്ലിങ്ങൾ എന്ത് കാണിച്ചിരുന്നാലും അവരോട് ഒരു മറുപടിയുമില്ല. വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ള. അല്ലെങ്കിൽ തുപ്പി തൂറി കൊടുക്കുന്ന ആഹാരത്തിന് ഒരു വിലക്ക് കൽപ്പിക്കാൻ ഈ മന്ത്രിയെ കൊണ്ട് സാധിക്കാത്തത് എന്താ? തുപ്പിത്തൂറി ദരിദ്രവാസികൾ മനുഷ്യനെ തീറ്റിക്കാൻ, മനുഷ്യൻ എങ്ങനെങ്കിലും നശിച്ചിട്ട് കുത്തുവാള പിടിച്ച് അവനും അവന്റെ കുടുംബക്കാരും ഒക്കെ
പണക്കാരായി തീരാനുള്ള പരിപാടിയല്ലയോ കേരളത്തിൽ? എന്തോ നടക്കുന്നത്? മലപ്പുറം ജില്ല, കോഴിക്കോട്, അങ്ങോട്ട് ഉള്ളതായ സ്ഥലങ്ങളിൽ എന്തോ നടക്കുന്നത്? അവിടെ എന്തോ നടക്കുന്നത്? ആണോടാണ്, പെണ്ണോട് പെണ്ണ്. ഓക്കെ. സോ യേശുക്രിസ്തുവിനെ കുറിച്ച് അപവാദം പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം എന്നാന്നറിയാം, കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു അത് യോശുവ മശിഹ, the author and finisher of our faith. Faith, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. യേശു അതാണ് പഠിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് എന്താണ് പഠിപ്പിച്ചത്? മുഹമ്മദ് പ്രവാചകനാണല്ലോ. വിശുദ്ധ പ്രവാചകനായിട്ടല്ലയോ നിങ്ങൾ കരുതുന്നത്? ആ കളൻ എന്താണ് ലോകത്തെ പഠിപ്പിച്ചതെന്ന്? ക്രിസ്ത്യാനികളെ കൊല്ലാൻ, യഹൂദന്മാരെ കൊല്ലാൻ, ഹിന്ദുക്കളെ കൊല്ലാൻ. അവര് ഖുറാനിൽ എഴുതിയിരിക്കുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ അവരെ കൊന്നു കളഞ്ഞേക്കാം. എന്താ യേശു അങ്ങനെ പറഞ്ഞോ? യേശു അങ്ങനെ പഠിപ്പിച്ചോ? യേശു ആരോടെങ്കിലും യുദ്ധം ചെയ്യാൻ പോയോ? 3.5 വർഷക്കാലം തനിക്ക് ഒരു ഉറക്കളിപ്പുമില്ലാതെ പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്ത് സകലരെയും ദൈവത്തെ കുറിച്ച് ബോധവാന്മാരാക്കി. അവരോട് പറഞ്ഞു, എന്റെ നാമത്തിൽ പിതാവാ ദൈവത്തോട് പ്രാർത്ഥിപ്പീൻ, എന്റെ നാമത്തിൽ നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കാം, ഭൂതങ്ങളെ പുറത്താക്കാം എന്ന് യേശു പറഞ്ഞു. നിന്റെ മുഹമ്മദ് എന്താ പറഞ്ഞ്? നിന്റെ മുഹമ്മദ് എന്താ ചെയ്തേ? ക്രിസ്ത്യാനികളുടെ കഴുത്ത് വെട്ടി, ഹിന്ദുക്കളുടെ കഴുത്ത് വെട്ടി, യഹൂദന്മാരുടെ കഴുത്ത് വെട്ടി. അതല്ലയോ ആ രാജ്യദ്രോഹി ചെയ്തത്? ആ മനുഷ്യനെ വിശുദ്ധ പ്രവാചകനായിട്ട് നിനക്ക് എങ്ങനെ കണക്ക് കൂട്ടാം? അപ്പൊ ഇസ്ലാം or മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് ഒരു മതമല്ല, അതിനകത്തൊരു ആത്മീയമില്ല, അതൊരു റിലിജിയൻ അല്ല. പിന്നെന്താണ്? ദാറ്റ് ഈസ് എ പൊളിറ്റിക്കൽ അജണ്ട. Islam or Muslim is an is the political agenda. अगर അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ സൂറ 49:13 ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്. അല്ലാഹ് എന്താണ് പറയുന്നത് അല്ലാഹ്ക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ മുഹമ്മദ് എന്താ പറയുന്നത് എന്ന് മുഹമ്മദിന് അറിഞ്ഞുകൂടാ. തിരിച്ചും മറിച്ചുമാണ് പോയിരിക്കുന്നത്. സൂറ 54:22, സൂറ 4:82, സൂറ 18:1. Look unto the Quran what was written. See, political agenda, Mr. Muhammad ordering to Islam to kill those or not obey Quran writing. സൂറ 36
5:5 ഒരു വാക്യവും മറ്റൊരു വാക്യവുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അങ്ങനെയാണ് ഖുർആൻ എഴുതിയിരിക്കുന്നത്. ഈ ഖുർആൻ എങ്ങനെയാ എഴുത്ത് വന്നത്? എങ്ങാണ്ടൊന്ന് കടമെടുത്തു. ആ കടമെടുത്തത് എഴുതി വെച്ചത് ശരിയായി. അതാണ് ഖുർആന് പറ്റിയത്. എന്നിട്ട് ഖുർആൻ വിശുദ്ധ ഗ്രന്ഥമാണ്, അത് അങ്ങനാണ് ഇങ്ങനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പിന്നെ ഈ ആൾക്കാർ പെരുകാനുള്ള കാരണം അത് മുഹമ്മദിന് 10-17 പേര് പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഇന്ന് അവർക്ക് ഈ അവിടുന്ന് ഇവിടുന്ന് പിടിച്ചോണ്ട് വരുന്നതായ പെണ്ണുങ്ങളെ വ്യഭിചാരശാലയെ വിൽക്കുകയും തന്നോടുകൂടെ ഉള്ളതായ ഭടന്മാർക്ക് വീതിച്ചു കൊടുക്കുകയും, ഒരാൾക്ക് 3, 4, 5 ഒക്കെ പെണ്ണുങ്ങളെ വീതിച്ചു കൊടുത്തു. അങ്ങനെ അവർ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി. ഭൂലോകത്തിൽ മൊത്തം ഇന്ന് പെരുകി വരുന്നതായ മുസ്ലിങ്ങൾ അങ്ങനെയാണ്. സത്യത്തിൽ ഒരുത്തനുമില്ല. ദൈവത്തെ ആരാധിക്കുന്ന നിനക്ക് മന്ത്രവാദം ചെയ്യേണ്ട കാര്യം എന്നാ? ഒരുത്തനെ കൊല്ലേണ്ട കാര്യം എന്നാ? ഒരുത്തന്റെ തല വെട്ടി അവന്റെ സ്വത്ത് അപഹരിക്കേണ്ട കാര്യം എന്നാ? ഇന്ന് അതല്ലയോ നടക്കുന്നത്? കേരളത്തിൽ അതല്ലയോ നടക്കുന്നത്? കേരളത്തിൽ എവിടെ ഒരു മുസ്ലിം ഉണ്ടോ അവൻ ധനവാനാണ്. അവൻ ഈ പണം വരുന്നത് എവിടുന്ന? സ്ഥലങ്ങൾ വാങ്ങിക്കാനും റബ്ബർ തോട്ടങ്ങൾ വാങ്ങിക്കാനും. ഇപ്പോൾ മുസ്ലിങ്ങളുടെ തന്നെ ഒരു വലിയ പട്ടണം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ മുസ്ലിങ്ങള് കേരളത്തെ അടക്കി ഭരിക്കും. അതിന് ഇന്നത്തെ മുഖ്യമന്ത്രി അവർക്ക് സപ്പോർട്ടാണ്. അല്ലെങ്കിൽ അല്ലെന്ന് പറ. എന്നെ കൊണ്ട് ഇത് പ്രസംഗിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ പൊളിച്ചെടുക്കാൻ പോവാണ്. മുഹമ്മദിന്റെ അപ്പന് പേര് അബ്ദുൽ എന്നും മുഹമ്മദിന്റെ മമ്മിയുടെ പേര് അമീന എന്നുമായി. അവര് രണ്ടുപേരും ബഹുദൈവ വിശ്വാസികളായിരുന്നു. അതിനെക്കുറിച്ച് ഹിസാം ഇബ്ൻ അൽ കൽബി, ഹിസാം ഇബ്ൻ അൽ കൽബി എന്ന പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പോയി പഠിച്ചു. അതുപോലെ തന്നെ ഖുറാനെ കുറിച്ച് ഒരു മാനുസ്ക്രിപ്റ്റും ഇല്ല. പിന്നെ ഇത് എവിടുന്നുണ്ടായി? അപ്പൊ അവർക്ക് തോന്നിയ രീതിയിൽ മുഹമ്മദിന്റെ മരണത്തിന് ശേഷം 10-26 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയുണ്ടാക്കി. അത് അവിടുന്നുമല്ല ഇവിടുന്നുമല്ല എങ്ങൊന്നുമല്ല, കള്ളത്തരങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ. അതിനകത്ത് എഴുതിയിരിക്കാണ് മറിയം മോശയുടെ സഹോദരിയാണ്. എന്താ? യേശുവിന്റെ അമ്മ മറിയം മോശയുടെ സഹോദരിയാണ്. ഖുറാനകത്ത് എഴുതി വെച്ചിരിക്കും. പിന്നെ therefore the Muslim and Islam are following communism. Muhammad പറയാണ്, there is no God
ഈ ലോകത്തിൽ ആദ്യമായിട്ട് ദൈവമില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മുഹമ്മദാണ്. There is no God but Allah എന്ന് പറഞ്ഞാൽ ഖുറൈശികളുടെ ടോപ്പ് മോസ്റ്റ് ഡിയറ്റി അബ്ദുൽ Allah is everything. So there is no God but Allah. Abdul. അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ മുസ്ലിം ആൻഡ് ഇസ്ലാം. യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇസ്ലാം ആൻഡ് മുസ്ലിം. ആ ഒരു കാരണത്താൽ ഇന്നത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് ആണല്ലോ കേരളത്തിലെ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യം തോന്നുമായിരിക്കും. നിങ്ങൾക്ക് വൈരാഗ്യം തോന്നിയാലും ശരി, ഇല്ലെങ്കിലും ശരി, എനിക്കിത് പറഞ്ഞാലേ ഒക്കൂ. ഞാനിത് പറയാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ദൈവമില്ലാത്തവനാണ്. ഹിന്ദുക്കൾ എങ്ങനെ പോയി, അല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെ പോയി എന്ന് മുഖ്യമന്ത്രിക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കും. അതല്ലയോ മുമ്പേ പറഞ്ഞത്. ഏതാണ്ട് 1000 കോടി രൂപ യൂസഫ് അലി കച്ചവടത്തിന് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ന്യൂസാ. 1000 കോടി രൂപ. എവിടുന്നാ ഈ 1000 കോടി രൂപ ഇദ്ദേഹത്തിന് വന്നത്? അവിടെ നീതിന്യായ കോടതികളൊന്നും ഇല്ലേ കേരളത്തിൽ? ഇന്റലിജന്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ലേ കേരളത്തിൽ? അതെങ്ങനെ 1000 കോടി രൂപ തനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു? എവിടുന്ന് വന്നു? എവിടുന്ന് കിട്ടി? ഇത് കേരളത്തിലെ നീതിന്യായ കോടതി വെളിപ്പെടുത്തണം. ഞാൻ പറയാൻ പോകുന്നത്, അപ്പം മുഖ്യമന്ത്രി കേരളത്തിൽ നടക്കുന്നതായ ഈ തോന്നിവാസത്തിന് ഒരനക്കവുമില്ല എന്ന് പറഞ്ഞാൽ തൊപ്പിത്തൂറി കൊടുക്കുന്നതായ ആഹാരം നിർത്താനോ, ലവ് ജിഹാദികളെ നിർത്താനോ, നാർക്കോട്ടിക് ജിഹാദികളെ സ്റ്റോപ്പ് ചെയ്യാനോ മുഖ്യമന്ത്രി ഒരാക്ഷനും ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, Government of Kerala, state communism in India, supporting them through under the table to these radical group of Islamic State or ISIS, comma ISIL, comma Daesh, comma Hamas, comma Hezbollah, comma the Muslim Brotherhood, comma Al-Aqsa, comma Martyr Bridge, comma Al-Qaeda, comma Tanzim, comma Islamic Jihad,
which are the love jihad, narcotic jihad, and popular front, and Jamaat Islami. ഇങ്ങനെയുള്ളതായ ഗ്രൂപ്പുകളെ കേരളത്തിലെ ഗവൺമെന്റ് അണ്ടർ ദ ടേബിൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാന്നറിയാമോ? വോട്ട് കിട്ടാൻ. അതുകൊണ്ട് തുപ്പിയായാലും തൂറിയായാലും കൊടുത്ത് അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, കാരണം വോട്ട് കിട്ടുമല്ലോ. അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല, വോട്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് നിന്റെ മോളെ ക്ഷുദ്രം ചെയ്തുകൊണ്ട് പോയാലും നിന്റെ മോനെ കറക്കി അടിച്ചുകൊണ്ട് പോയിരുന്നാലും അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. കഷ്ടം. ഇതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നതായ രാഷ്ട്രീയം. ഇത്രയും ഗ്രൂപ്പ് മുസ്ലിമുകൾക്ക് കേരള ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇസ്രായേലിൽ ബോംബ് വീണ് റോക്കറ്റ് വീണ് മരിച്ചതായ മലയാളി കുട്ടിയുടെ ശരീരം കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ കേരള ഗവൺമെന്റ്, കേരള രാഷ്ട്രീയം അനങ്ങിയില്ല. അതിന്റെ രഹസ്യം എന്താ? കേരളത്തിലുള്ളതായ ക്രിസ്ത്യാനികൾ നീ ഉറങ്ങിയാൽ നിന്റെ കഴുത്ത് വെട്ടും എന്ന് വിചാരിച്ചു. നീ ഉറങ്ങിയാൽ നിന്റെ കഴുത്ത് വെട്ടാൻ നിന്റെ പുറകിൽ ആളുണ്ട്. ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് നിന്റെ പള്ളിക്കകത്ത് മധുവായിക്കകത്ത് നീ എന്തോ കാണിക്കുന്നു? നിന്റെ മധുവായിക്കകത്ത് നീ എന്തോ കാണിക്കുന്നേ? കുരിശു വെച്ച് ആരാധിക്കുമല്ലയോ? യേശുവിന്റെ ആണെന്നും പറഞ്ഞുകൊണ്ട് ആരാണ്ടയുടെ സിനിമാ താരത്തിന്റെ പടം വരച്ചു വെച്ച് അത് യേശു ആണെന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ വശീകരിച്ച് കുർബാന ചൊല്ലുന്ന ഇടപാടല്ലയോ നിങ്ങൾ കാണിക്കുന്നത്? കത്തോലിക്കനാ, മർത്തോമക്കാരാ, യാക്കോബക്കാരാ, സിറിയൻ ഓർത്തഡോക്സ്, നിന്റെ പള്ളിക്കകത്ത് നീ എന്തോ കാണിക്കുന്നേ? നീ ആരെയാണ് ആരാധിക്കുന്നേ? യേശു ദൈവമാണെന്നല്ലയോ നീ പറയുന്നേ? അതുകൊണ്ടാണ് മുസ്ലിങ്ങള് നിന്നെ വെട്ടുന്നത്. നിനക്ക് അവന് മറുപടി കൊടുക്കാൻ നിനക്കില്ല. യേശുവിന്റെ അമ്മ അപ്പൊ ദൈവപുത്രനാണെന്ന് പറഞ്ഞ അപ്പൊ ദൈവം പിതാവാണല്ലോ. ദൈവം പിതാവല്ലേ യേശുവിന്റെ? അപ്പൊ യേശു മറിയയുടെ ഭർത്താവായിട്ടല്ലേ വരുന്നേ? ഇതാണ് മുസ്ലിങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. ക്രിസ്ത്യാനി, യേശു ദൈവത്തിന്റെ പുത്രനല്ല. യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ഒരു കാലത്ത്. യേശു വന്ന സമയത്ത് ആരെങ്കിലും അങ്ങനെ വിളിച്ചോ? അങ്ങനെ വിളിച്ചിരുന്നു എങ്കിൽ യേശുവിനെ ക്രൂശിക്കുമായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ മടിയിൽ നിന്ന് വന്നവനാണ്, ഞാൻ ദൈവത്തെ കണ്ടേച്ചു വന്നവനാണ്. ഞാൻ ചോദിക്കട്ടെ മുഹമ്മദേ, ആ മുസ്ലിമേ, ഇസ്ലാമേ, നിന്റെ പ്രവാചകൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നിന്റെ പ്രവാചകൻ ദൈവം ആരാണെന്ന് നിന്റെ പ്രവാചകൻ അറിയാമോ? ആരാണ്? എന്നാൽ യേശു ദൈവം ആരാണെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തന്നു. യേശു ഒരുത്തൻ മാത്രമേ ദൈവം ആരാണെന്ന് ലോകത്തിന് കാണിച്ചു തന്നിട്ടുള്ളൂ. എന്നെ പോലെ തന്നെയാണ്
ആ ദൈവത്തിന്റെ മടിയിൽ നിന്നാണ് ഞാൻ വന്നേക്കുന്നത്. ഞാൻ ഇവിടെ നിർത്താൻ പോവല്ല, ഇത് മനസ്സിലാക്കിക്കോ. ദൈവജനമായ ക്രിസ്ത്യാനികൾക്ക് നാശം വരുന്നതായ ഒരു വഴി ഞാൻ കണ്ടാൽ അവിടെ ഞാൻ നേരെ നിൽക്കും. സ്തോത്രം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സർവശക്തനായ ദൈവത്തെ കുറിച്ച് പറയുവാണ്. യാഹ്വേ. പഴയ നിയമത്തിലുള്ളതായ പ്രവാചകന്മാരും അങ്ങനെ തന്നെ പറഞ്ഞു. അതിന് യോഹന്നാന്റെ ലേഖനം, 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ചു നോക്കാം. പ്രൈസ് ദി ലോർഡ്. Mr. Muhammad never given any clarification about the Almighty God. മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തി ദൈവത്തെ കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷനും ചെയ്തിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തു ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയാണെന്നും ദൈവം എന്താണെന്നും ദൈവം എന്തിനാണെന്നും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചു. ആണ് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. മുഹമ്മദിന്റെ ഖുർആൻ പഠിച്ചാൽ ഒരുത്തന് വിശ്വാസം ഉണ്ടാവുമോ? ഉണ്ടാവൂ? ഈ സെക്സിലായിട്ടുള്ളതായ പരിപാടി മുഹമ്മദ് കാണിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാർ പെരുകത്തില്ലായിരുന്നു. ഇപ്പൊ പഴയ നിയമത്തിൽ യോശുവ, യെശയ്യാ, ജെരമ്യ, എസെക്കിയേൽ, ദാനിയേൽ, യോയേൽ, ഒബദ്യ, മീഖ, സെഫന്യ, ഹഗായി, സക്കരിയ, മലാഖി, ജോബ്, എലിയ. These all words real meaning Yahweh. Glory to God. Matthew chapter 11 verse 25. Luke chapter 10 verse 21. John chapter 4 verse 34. John chapter 5 verse 17. John chapter 5 verse 19. All this word showing and addressing Heavenly Father. കർത്താവായ യേശു അല്ല, കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ്. ഇനിയും വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 5:30, യോഹന്നാന്റെ സുവിശേഷം 6:32, യോഹന്നാന്റെ സുവിശേഷം 8:28, യോഹന്നാന്റെ സുവിശേഷം 10:25.
യോഹന്നാന്റെ സുവിശേഷം 14:28. യോഹന്നാന്റെ സുവിശേഷം 17:3, 4, 5. യോഹന്നാന്റെ സുവിശേഷം 20:17. യോഹന്നാന്റെ സുവിശേഷം 20:21. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഒരുത്തൻ അത്രേ. ദൈവം പലതു കൂടിയതല്ല. പിതാ, പുത്ര, ആത്മാവ് എന്ന് പറയുന്ന സിദ്ധാന്തം പുതിയ നിയമപ്രകാരമുള്ളതല്ല. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം 350 വർഷങ്ങൾക്ക് ശേഷം നൈസീൻ കോൺഫറൻസിൽ ഉണ്ടാക്കിയെടുത്തതായ ഒരു ഫോമാണ് ട്രിനിറ്റി. ജീസസ് ഓൺലി. ഇത് രണ്ടും കൾട്ടാണ്. ഈ സത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ നൈസീൻ കോൺഫറൻസിൽ ഉണ്ടാക്കിയത് അവിടെ ഇരിക്കുമ്പോൾ തന്നെ അത് 367 നടക്കുന്നതായ കാര്യമാണ് ഈ ക്രീഡുകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ 410 മുതൽ 425 മുതൽ വരെയുള്ളതായ കാലയളവിൽ ജെറോം എന്ന ദൈവത്തിന്റെ ദാസൻ ഗ്രീക്കിൽ നിന്നും അരാമ്യ ഭാഷയെന്നും ഹീബ്രു ഭാഷയിൽ നിന്നും പുതിയ നിയമത്തിൽ എഴുതി വെച്ച അപ്പോസ്തലന്മാരുടെ കൃതികൾ ലാറ്റിനിലേക്ക് തർജ്ജമ ചെയ്തു. ആ ലാറ്റിനിലേക്ക് തർജ്ജമ ചെയ്തതിനകത്ത് ട്രിനിറ്റി വന്നില്ല, യേശുനാമം വന്നില്ല. അതിനകത്ത് യേശുവിന്റെ നാമത്തെ സ്നാനപ്പെടുത്താനും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഒറിജിനൽ ലാറ്റിൻ പുതിയ നിയമം എടുത്ത് വായിച്ചു നോക്കും. ആ ഒറിജിനൽ ലാറ്റിനിൽ നിന്നാണ് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആയി. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ. അപ്പോൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ ഹോളി കോസ്റ്റ് എന്നുള്ള പദം അവര് വെട്ടിക്കളഞ്ഞിട്ട് ഹോളി സ്പിരിറ്റ് എന്ന പേര് പദമിട്ടു. ഇത് പറഞ്ഞ ട്രിനിറ്റി സ്ഥാപിക്കാൻ വേണ്ടി ചെയ്ത പണി. അപ്പൊ ഇന്ന് നിങ്ങൾ ട്രിനിറ്റി സ്ഥാപിച്ചതുകൊണ്ട് യേശു അല്ലെങ്കിൽ ദൈവം, പുത്രൻ, ആത്മാവ് എന്നുള്ളതായ പരിപാടി കൊണ്ടുവന്ന് തൃത്വം ഉണ്ടാക്കിക്കൊണ്ടുപോകും. ഇന്ന് മുസ്ലിങ്ങൾ ചോദിക്കുന്നതിന് നിനക്ക് മറുപടി ഉണ്ടോ? മലയാളി ക്രൈസ്തവനെ നിനക്ക് മറുപടി ഉണ്ടോ? IPC-കാരാ നിനക്ക് മറുപടി ഉണ്ടോ? നീ റോമൻ കത്തോലിക്കനെ ഫോളോ ചെയ്യുമല്ലോ. പുതിയ നിയമത്തിലെ സത്യങ്ങളെ മറച്ചു വെച്ചിട്ട് കണ്ട അണ്ടനും അടോടനും എഴുതി ഉണ്ടാക്കിയത് നീ ഫോളോ ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ കയറി അടിക്കുന്നത്. ആ മുസ്ലിമിന് നിനക്ക് മറുപടി കൊടുക്കാൻ നിന്റെ കയ്യിലില്ല, നിന്നെ കൊണ്ട് സാധ്യമല്ല. തുടർന്ന് കേട്ടാട്ടെ. Gospel John chapter 10 അല്ലെങ്കിൽ 10-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം, 14-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, 17-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം മുമ്പേ വായിച്ചതാണ്, പറഞ്ഞതാണ്. യോഹന്നാന്റെ 20:17, 20:21. ഇനി അപ്പൊ ഈ വാക്യങ്ങളെല്ലാം എടുത്ത് വായിച്ചു നോക്കിയ ദൈവം ഒരുത്തൻ തന്നെ എന്ന് അവിടെ എഴുതി. ആ ദൈവത്തെ കുറിച്ച് യേശു പറയാണ്,
എന്റെ പിതാവ് എന്നെക്കാട്ടിൽ വലിയവൻ. ആ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് പകരം നീയൊക്കെ യേശുവിനല്ലയോ മഹത്വം കൊടുക്കുന്നേ? അതുകൊണ്ട് എന്തു പറ്റി? കൊറോണയുടെ കാലത്ത് വീട്ടിനകത്ത് കയറിയിരിക്കേണ്ടി വന്നു. ആ യേശുവിന് ദൈവത്തിന്റെ ദൈവപുത്രനല്ലയോ യേശു? എന്നിട്ട് ഒരു രോഗിയെ സൗഖ്യമാക്കാൻ നിന്റെ യേശുവിനെ കൊണ്ട് കഴിഞ്ഞു? യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാക്കെന്ന് പറഞ്ഞാൽ സൗഖ്യമാകത്തില്ലേ? എന്താ ഒരു കൊറോണ രോഗി സൗഖ്യമാകാഞ്ഞത്? നീ പേടിച്ച് പെരക്കകത്ത് കയറിയിരുന്ന എന്താ? ദൈവം നിന്റെ കൂടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് യേശു എന്തോ പറഞ്ഞത്? ദൈവത്തെ കൊണ്ട് കഴിയാത്തൊരു കാര്യവുമില്ല. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും കൂടെ വിശ്വസിപ്പീൻ വേണമെങ്കിൽ. അപ്പോൾ ദൈവത്തിലുള്ളതായ വിശ്വാസം ക്രിസ്ത്യാനികളിൽ ഇല്ലാതെ പോയി. യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. യേശു ദൈവമാണെന്ന് ആരാധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പെന്തക്കോസ്തുകാരന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി വിട്ടുമാറിപ്പോയി. നീ എവിടെ പോയിരുന്നാലും ശരി, എങ്ങനെ ആയിരുന്നാലും ശരി, ദൈവത്തിന് മഹത്വം കൊടുക്കാത്തടത്തോളം കാലം ദൈവത്തിന്റെ മഹിമ അവിടെ പ്രവർത്തിക്കുക. ഇനി വായിക്കാൻ പോവാ. റോമർക്ക് എഴുതിയ ലേഖനം 9-ന്റെ 5-ാമത്തെ വാക്യം, 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. 1 കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. 1 കോരിന്ത്യർ 8-ന്റെ 6, 1 കോരിന്ത്യർ 11-ന്റെ 3, 2 കോരിന്ത്യർ 1-ന്റെ 3, 2 കോരിന്ത്യർ 11-ന്റെ 31, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ന്റെ 1, ഗലാത്യർ 1-ന്റെ 3, ഗലാത്യർ 4-ന്റെ 4, ഗലാത്യർ 4-ന്റെ 8. കേട്ടോ? ഗലാത്യർ 4-ന്റെ 9, എഫേഷ്യൻസ് 1-ന്റെ 3, എഫേഷ്യൻ 1-ന്റെ 17, എഫേഷ്യൻ 3-ന്റെ 14, എഫേഷ്യൻ 4-ന്റെ 20, ഫിലിപ്പിയർ 2-ന്റെ 11, 1 തെസ്സലോനിക്കർ 1-ന്റെ 1, കൊലോസ്യൻസ് 1-ന്റെ 5, കൊലോസ്യൻ 3-ന്റെ 16, 17, 1 തെസ്സലോനിക്ക 1-ന്റെ 3, 1 തെസ്സലോനിയൻസ് 3-ന്റെ 11, 1 തെസ്സലോനിയൻസ് 3-ന്റെ 13, 2 തെസ്സലോനിയൻ 1-ന്റെ 1, 2 പത്രോസ് 1-ന്റെ 2, 2 യോഹന്നാൻ 1-ന്റെ 3, 2 യോഹന്നാൻ 1-ന്റെ 9, 2 തീമത്തി 2-ന്റെ 8. എല്ലാ വാക്യങ്ങളും നമ്മൾ വായിച്ചു നോക്കി. കർത്താവായ യേശുക്രിസ്തു അപ്പോസ്തലന്മാരും വാഴ്ത്തി വണങ്ങിയത് പിതാവായ ദൈവത്തെയാണ്. പിതാവായ ദൈവത്തിലാണ് അവർ വിശ്വസിച്ചത്. പിതാവായ ദൈവത്തിലാണ് അവർ ആശ്രയിച്ചത്, യേശുവിന്റെ നാമത്തിൽ. അതാണ് യേശു പറഞ്ഞ, ഞാൻ നല്ല മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളാകും. അപ്പോൾ നമ്മൾ യേശുവിൽ ആണ് വളരുന്നത്. ആ യേശുവിന് തടം, നല്ല മുന്തിരിയാണല്ലോ, ആ നല്ല മുന്തിരിക്ക് തടമിട്ട് പിതാവായ ദൈവം വെള്ളവും വളവും ഒഴിക്കും. അത് ക്രിസ്തുവാകുന്ന വേരിൽ കൂടെ വന്ന് കൊമ്പുകളിലേക്ക് വരുമ്പോൾ അത് ഫലം കായ്ക്കും. അപ്പോൾ ക്രിസ്ത്യാനികളെ കൂടാതെ
ഒരു ദൈവം ഇല്ലെന്ന്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല പിതാവായ ദൈവം. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കേൾപ്പിച്ചതായ വാക്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത്? പിതാവായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? പിതാവായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. കേട്ടോ കേട്ടോ, മര്യാദയ്ക്ക് കേക്ക്. നസ്രാണി, പെന്തക്കോസ്കാരാ, മര്യാദയ്ക്ക് കേക്ക്. നിനക്ക് മുസ്ലിങ്ങളുമായിട്ട് ജയിപ്പാൻ കഴിയാത്തതിന്റെ കാരണം, വിഗ്രഹാരാധികളിൽ നിന്ന് ജയിപ്പാൻ കഴിയാത്തതിന്റെ കാരണം, മന്ത്രവാദത്തിൽ നിന്ന് ജയിപ്പാൻ കഴിയാത്തതിന്റെ കാരണം, ഞാൻ കേട്ടു ഒരു ഉപദേശി, പെന്തക്കോസ്കാരൻ ഉപദേശിയുടെ വീട്ടിൽ ഒരു മുസ്ലിം പെണ്ണ് വന്നിട്ട് ഒരു മാസം താമസിച്ച് അവന്റെ മോളെയും കൊണ്ട് തട്ടിക്കൊണ്ടുപോയി. ഇതിനകത്ത് ഫേസ്ബുക്കിൽ ഞാൻ വായിച്ചതാണ്. നിങ്ങൾക്കും വായിക്കാം, നിങ്ങളും വായിച്ചു കാണുമല്ലോ. ഒരു പെന്തിക്കോസ്തുകാരന്റെ മോളെ ഒരു മുസ്ലിം പെണ്ണ് തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്തോ ഉപദേശിയ, എന്തോത്തിന്റെ ഉപദേശിയ, നിങ്ങൾ പറ. അപ്പോ ഇന്നത്തെ ഉപദേശിക്ക് ദൈവത്തിലുള്ളതായ വിശ്വാസം ഇല്ല. ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവന് മറഞ്ഞിരുന്ന കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയതിനെ. ഹോളി ഗോസ്റ്റ് അവനെ നടത്തുമായിരുന്നു. ദൈവത്തിലല്ലല്ലോ വിശ്വാസം, യേശുവിലാണ്. അപ്പൊ യേശുവാണ് ദൈവം. ഇപ്പൊ ആരാധിക്കാം, ആരാധിക്കാം, ആരാധനയ്ക്ക് യോഗ്യനായവൻ നീ മാത്രം മതി, നീ മാത്രം മതി, നിന്റെ ഒരു വാക്കുമതി. എന്താ, എന്തെല്ലാം പാട്ടുകളാണ് ഇവന്മാര് പാടി അങ്ങോട്ട് വിടുന്നത്. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാതല്ലേ ഇവന്മാരുടെ പാട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സാത്താന് കൂടെ കിടന്ന് ആടുക, സാത്താന്യ വഴികളിൽ കൂടെ കിടന്ന് ചാകുകയാണ്. നീ അങ്ങനെ ചാക. പിന്നെയും കുറച്ച് വാക്യങ്ങൾ ഞാൻ തരാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15:4, 11-ാം അധ്യായത്തിന്റെ 3, മർക്കോസിന്റെ സുവിശേഷം 13:32, 1 തീമോഥെയോസിന് എഴുതിയ ലേഖനം 2:5, ജെനസിസ് 18:19, സങ്കീർത്തനം 10:1, ദാനിയേലിന്റെ പുസ്തകം 7:13, 1 കൊരിന്ത്യർ 10:14, 24, മാത്യൂസ് 7:9. ഈ വചനങ്ങളൊക്കെ വായിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ദൈവം യേശുവിനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും, അത്ഭുത മന്ത്രി എന്ന് വിളിക്കപ്പെടും, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും, രാജാതിരാജാവ് എന്ന് വിളിക്കപ്പെടും, എല്ലാം വിളിക്കപ്പെടും, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. Call us the Son of the Highest. They call us. അങ്ങനെ അല്ലാതെ യേശു ഇന്ന ആളെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ദാവീദിന്റെ പുത്രനാകുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം, 5-ാം അധ്യായം, 6-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം ഒക്കെ പറഞ്ഞിരിക്കുന്നത് യേശു ദാവീദിന്റെ പുത്രനാകുന്നു എന്ന്.
ആ ദാവീദിന്റെ പുത്രൻ എങ്ങനെയാ ദൈവപുത്രനായത്? ദാവീദിന്റെ പുത്രൻ മരിച്ചു, തന്റെ ഗോസ്റ്റ് ദൈവത്തിന്റെ മടിയിൽ ചെന്നിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ സവിസ്താരമായ വിഷയം ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്തോത്രം. ഞാന് മുന്നോട്ട് പോട്ടെ. അപ്പോ ഖുർആൻ എന്ന് പറയുന്നതായ പുസ്തകം, അതിനകത്ത് ഒരു വാക്യം മറ്റൊരു വാക്യത്തോട് ചേരുന്നില്ല. ഒരു വാക്യത്തിന്റെ മീനിങ് മറ്റൊരു വാക്യത്തിന്റെ മീനിങ്ങുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്തോ പുസ്തകമാ, അതെന്തോത്തിന്റെ പുസ്തകമാ. ഞാൻ ഒന്ന് രണ്ട് ഖുറാനിലെ വാക്കുകൾ ഇവിടെ വായിക്കാൻ പോവാണ്. സൂറ 4:7, 18:1, 10:38, 11:13, 40:68, 36:71, 51:47. ഏഴിന്റെ 189, 190, 191. സൂറ മൊത്തം 75. സൂറ 15:26, 25:54, 32:21, 5:51, 4:157, 4:139, 3:28. സൂറ 9:23, 20, 20:7, 18:27, 3:34, 34:34, 1-ാം അധ്യായത്തിന്റെ 36. ഇങ്ങനെ അങ്ങോട്ട് വായിച്ചാൽ ആരംഭം മുതൽ അവസാനം വരെ ഖുർആൻ തിരിച്ചും മറിച്ചുമാണ് എഴുതിയിരിക്കുന്നത്. ഒന്നിനോടൊന്ന് ചേരാതെ, ഒരു വാക്യത്തിന് മറ്റൊരു വാക്യത്തോട് കിട്ടാതെ, അല്ലെങ്കിൽ അർത്ഥം ചേരാതെ, അവിടുന്ന് ഇവിടുന്ന് അവിടുന്ന് ഇവിടുന്നു അവർ മോട്ടിച്ചെഴുതിയതാണ്. ആ മോട്ടിച്ചെഴുതിയത് തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായ എഴുത്തുകാരൻ പോളികാർപ്പ് എഴുതിയിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന യഹൂദ ചാരിത്രികനായ യൂസിഫസ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോമൻ അഡ്മിനിസ്ട്രേഷൻ, അന്നത്തെ റോമ കൈസേഴ്സ്, സീസർ, ഔഗസ്തോസ്, ഇവരൊക്കെ യേശുവിനെ കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. അത് കൂടാതെ യേശുവിനെ വിസ്തരിപ്പാനായിട്ട് പീലാത്തോസിന്റെ അരമനയിൽ കൊണ്ടുപോയി ഒരു രാത്രി മുഴുവനും വിസ്തരിച്ചത് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും ആ റെക്കോർഡ് റോമിലുണ്ട്. ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാമെങ്കിൽ വാ, ഞാൻ കൊണ്ട് കാണിച്ചു തരാം. അപ്പം യേശുക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചില്ല, വേറെ ആരാണ്ടാണ് മരിച്ചത് എന്ന് കള്ളത്തരം പറഞ്ഞാൽ സാധിക്കുമോടാ മുഹമ്മദിയനെ?
കള്ള കാഫറെ, എന്റെ യേശുവിനെ കുറിച്ച് നിനക്ക് പറയാൻ നാവ് പൊങ്ങിയല്ലോ. നീ നിന്റെ കുടുംബവും നാറാണക്കല്ലാകാൻ പോവുകയാണ്, നശിച്ച്. യേശുവിനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. യേശു ദൈവമല്ല, എന്നാൽ യേശുവിനെ ദൈവം അയച്ചവനാണ്. മുഹമ്മദിനെ ആരാ അയച്ചേ? മുഹമ്മദിനെ ആരാണ് അയച്ചത്? ദൈവത്തെ കുറിച്ച് പറയാനോ ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുവാനോ മുഹമ്മദിനെ കൊണ്ട് കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ പറ. ഷക്കീർന്ന് അയക്കേ, മിസ്റ്റർ, താൻ ഡോക്ടറാണെന്നല്ലേ പറയുന്നേ? എനിക്ക് ഡോക്ടറേറ്റ് എവിടുന്നാ കിട്ടിയത്? എനിക്ക് എവിടുന്നായി കിട്ടിയത് ഡോക്ടറേറ്റ്? അതുപോലെ തന്നെ MM അക്ബർ ഡോക്ടറാണെന്നാ പറയുന്നത്. എനിക്ക് എവിടുന്നാടോ ആ ഡോക്ടറേറ്റ് കിട്ടിയത്? തോന്നിവാസം വിളിച്ചു പറയാനാണോ ഡോക്ടറേറ്റ് എടുത്തത്? അതോ തെമാടിത്തരം വിളിച്ചു പറയാനാണോ ഡോക്ടറേറ്റ് കിട്ടിയത്? കള്ളത്തരം വിളമ്പാനാണോ നിന്റെ ഡോക്ടറേറ്റ്? The Muslim and Islam are a fraud publication in many areas. You can get the Roman government documents in the first century. There are many facts. Joshua the Messiah has been executed publicly. Romans chapter 14 and 1 Corinthians chapter 15 and Acts of Apostles chapter 99 and Romans chapter 8, Galatians chapter 1. Go and read it. It is a eyewitness that Christ Messiah crucified and executed in publicly. Okay, I'm going. പിന്നെ ഈ മുസ്ലിങ്ങൾ പറയുവാണ്, പിരമിഡിനകത്തിരിക്കുന്ന മമ്മി, ഫറവോന്റെ മമ്മി, മമ്മിഫിക്കേഷൻ, അത് മിറക്കിളാണ്. നിന്റെ ഡോക്ടറേറ്റിന്റെ അത് ഫറവോ രാജാവിന്റെ റിച്വൽ പ്രോഗ്രാമാണ് മമ്മിഫിക്കേഷൻ. ഫറവോന്റെ അമ്പലത്തിലെ അല്ലെങ്കിൽ സമുദായത്തിന്റെ റിച്വൽ ആക്ടിവിറ്റിയുടെ ഒരു ഭാഗമാണ് മമ്മിഫിക്കേഷൻ. അത് മമ്മിഫിക്കേഷൻ ചെയ്യുന്നത് വയറ്റിലെ കുടലും ആലയും അഴുക്കും എല്ലാം അളിഞ്ഞു പോകുന്നതെല്ലാം എടുത്തു മാറ്റിയിട്ട് അതിനകത്ത് സ്പൈസ് നിറച്ച് ഓയിലിനകത്ത് മുക്കി അതിങ്ങനെ സൂക്ഷിക്കും. അതാണ് മമ്മിഫിക്കേഷൻ. എന്നാൽ ക്രിസ്ത്യാനിയുടെ ദൈവം ഡെഡ് ബോഡിയെ മമ്മിഫിക്കേഷൻ ചെയ്യുവല്ല, റൈസപ്പ് ചെയ്യുക. ഞാൻ മുമ്പേ വായിച്ചതായ വാക്കുകൾ ഓരോന്ന് എടുത്ത് നോക്കാം. അതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവം വന്ന് യേശുവിനെ മൂന്നാമത്തെ ദിവസം ഉയർപ്പിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ പരിപാടി ഉയർപ്പിക്കുകയാണ്, ദൈവത്തിന്റെ പരിപാടി മമ്മിഫിക്കേഷൻ ചെയ്യുന്നതല്ല. അപ്പൊ മുസ്ലിമേ, നീ കള്ളനല്ലേ?
അല്ലേ? പിന്നെ ഖുറാനിൽ പറയുന്നത് ക്രിസ്ത്യാനികളെ കൊല്ലാൻ, യഹൂദന്മാരെ കൊല്ലാൻ, ഹിന്ദുക്കളെ കൊല്ലാൻ. അവര് പറയുന്നത് കേട്ടില്ലെങ്കിൽ അവരെയൊക്കെ കൊന്നുകളയാം. ഖുറാൻ 9:23 2-ാം അധ്യായത്തിന്റെ 253 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. Fight against those who do not believe in Quran, writing for the halal in different attitude. Surah 2:256, 5:5, 9:29, 9:5, 9:11, 2:216. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഖുറാൻ എഴുതിയിരിക്കുന്നത് അബദ്ധ കള്ളമാണെന്നാണ്. ഫ്രോഡ്. ഖുറാൻ ആരംഭം മുതൽ അവസാനം വരെ എഴുതിയിരിക്കുന്നത് ഫ്രോഡാണ്. അതിനകത്ത് സത്യമില്ല, അതിനകത്ത് ദൈവമില്ല, അതിനകത്ത് ദൈവത്വമില്ല, അതിനകത്ത് സ്നേഹമില്ല, അതിനകത്ത് മനസ്ഥിതിയില്ല, അതിനകത്ത് ദയയില്ല, അതിനകത്ത് കാരുണ്യമില്ല. വെട്ടിക്കൊല്ലുക, വെട്ടിക്കൊന്ന മനുഷ്യരുടെ ഭാര്യമാരെ കൊണ്ടുവന്നിട്ട് വ്യഭിചാരം ചെയ്യുക. ഇതാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. ഖുറാൻ പഠിപ്പിക്കുന്നത് വ്യഭിചാരം ചെയ്യാൻ. 1, 2, 3, 4, 5 എത്ര കിട്ടുന്നോ അത്രയൊക്കെ സെക്സ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിക്കോളാം. ഇതാണ് ഖുറാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് ധനവും കിട്ടി, അവരുടെ ജീവിതം മുഴുവനും സെക്സ് ചെയ്യാം. ഒന്നിന് മാറി. അപ്പം അതിനകത്ത് വിഷയാണ്, അല്ലെങ്കിൽ അതിനകത്ത് എന്തോ ഒരു സന്തോഷമാണ്. പിന്നെ അവര് ഈ ഖുറാന് വേണ്ടി, മുഹമ്മദിന് വേണ്ടി ഒരാളെ കൊന്നാൽ സ്വർഗത്തിൽ പോയാൽ മേത്തരമായ കള്ള് കിട്ടും, പെണ്ണുങ്ങളെയും കിട്ടും. നിന്റെ ഖുറാന്റെ ആത്മീയം എന്താടാ ദരിദ്രവാസികളെ? പിന്നെ തെളിവ് ഞാൻ തരാം. അൽ ബുഖാരി എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്. അത് AD 870 എഴുതിയിരിക്കുന്നത്. എഴുത്തുകാരൻ ബുഖാരി എന്ന് പറയുന്ന ഒരുത്തനാണ് എഴുതിയത്. അതിന് അൽ ബുഖാരി എന്നാണ് പറയുന്നത്. ആ പുസ്തകത്തിന്റെ 6922 പേജും 3860 പേജും 3538 പേജും 9973 പേജും 9885 പേജും പിന്നെ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം പറയുവാണ് ക്രിസ്ത്യാനികളെ കൊല്ലാൻ, യഹൂദന്മാരെ കൊല്ലാൻ, ഹിന്ദുക്കളെ കൊല്ലാൻ കേട്ടോ. ഇതാണ് അവർ പഠിപ്പിക്കുന്നത്. അവ മുഹമ്മദിയരുടെ ഹദീസുകളും ഖുറാനും എല്ലാം ഒരുപോലെ മന്ത്രവാദികളാണ്, തന്ത്രം ഉപയോഗിക്കുന്നവരാണ്. ഒരു മുഹമ്മദിന്റെ കുഞ്ഞിനെ പോലും വിശ്വസിക്കാൻ ഒക്കത്തില്ല. കാരണം അവൻ നേരെ ചൊവ്വേ വർത്താനം പറയത്തില്ല. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചോദിക്കാൻ നിങ്ങൾ. ഒരു മുഹമ്മദിയന്റെ കുഞ്ഞിനെ, ഒരു കുട്ടിയെ, 10 വയസ്സ് പ്രായമുള്ള, 5 വയസ്സ് പ്രായമുള്ള
12 വയസ്സ് പ്രായമുള്ള പെണ്ണിനെയോ ആണിനെയോ എടുത്ത് സംസാരിച്ചു നോക്കാൻ അവർ സത്യം പറയത്തില്ല. അവര് സത്യം പറയത്തില്ല. അത്രമാത്രം അറാമികളാണ് അവര്, കൊള്ളരുതാത്തവന്മാർ. കൊച്ചു കുഞ്ഞിലെ ഈ പിള്ളാരെ മദർസയിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളെ കൊല്ലണമെന്ന്, ഹിന്ദുക്കളെ കൊല്ലണമെന്ന്, യൂതന്മാരെ കൊല്ലണമെന്ന്. പിന്നെ ക്രിസ്തീയ വെമ്പിള്ളാരെ, ഹിന്ദുക്കൾ വെമ്പിള്ളാരെ ഒക്കെ വശത്താക്കേണ്ടത് എങ്ങനെയാണെന്ന്, മന്ത്രം ചൊല്ലി പ്രേമിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ആണ് അവരെ പഠിപ്പിക്കുന്നത്. പിന്നെ അവരുടെ മജത്തില്, അവരുടെ പള്ളിയില് ബാങ്ക് വിളിക്കുന്നുണ്ടല്ലോ. ബാങ്ക് 10-17 പ്രാവശ്യം ബാങ്ക് വിളിയില് 10-17 പ്രാവശ്യം ആ വിളിക്കകത്ത് പറയുന്നുണ്ട് ഇവരെ എല്ലാം കൊല്ലാൻ. അത് അറബിയിലായതുകൊണ്ട് സാധാരണക്കാർക്ക് അത് മനസ്സിലായില്ല. പക്ഷേ നമ്മുടെ സഹോദരങ്ങൾ അത് കണ്ടുപിടിച്ചു. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോ ഇങ്ങനെയാണ് അവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഖുറാന്റെ വാക്കുകള് മിസ്കൺസെപ്ഷനാണ്. ഒരു വാക്ക് നമുക്ക് കൺസെപ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് 18 18:27, 35-34, 1:36, 10:9, 29:46 ഇങ്ങനെ അങ്ങോട്ട് ഒരുപാട് വാക്യങ്ങളുണ്ട്. ഇതെല്ലാം പറയാൻ എനിക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ നിർത്താൻ പോവാണ്. അപ്പൊ അവര് പറയുന്ന ഈശാ നബി എന്ന് പറയുന്ന ഖുറാൻ എഴുതിയിരിക്കുന്ന ഈശാ നബി യേശു ക്രിസ്തു അല്ല. മേരി മറിയാം അല്ല. അബ്രഹാം എന്ന് പറയുന്ന ശരിയായ അബ്രഹാം അല്ല. ഐസക്ക്, യാക്കോബ് അവര് ആരും ശരിയല്ല. ഖുറാൻ തിരിച്ചും മറിച്ചുമാണ് എഴുതിയിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കുകയും ഇത് ഒന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, കൺസേണിംഗ് ഹിസ് സൺ യോശുവ ക്രൈസ്റ്റ് our Lord, which was made of the seed of David according to the flesh. ശാരീരികമായി യേശു ദാവീദിന്റെ പുത്രനാണ്. ആത്മീയമായി യേശു ദൈവത്തിന്റെ പുത്രനാണ്. കേട്ടോ? ആ ദാവീദിന്റെ പുത്രനെ ദൈവപുത്രൻ എന്ന് ദൈവം വിളിച്ചു. സ്നാനപ്പെട്ട് പൊങ്ങി വന്നപ്പോൾ ദൈവം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്കും യേശുവിനെ ദൈവപുത്രൻ എന്ന് പറയാം. എന്നാൽ യഥാർത്ഥമായിട്ട് യേശു ആരാണ്? ദാവീദിന്റെ പുത്രനാണ്. വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്ന ഒരു വിഷയമാണിത്. ഇത് കേരളക്കരയിലുള്ളതായ ക്രിസ്ത്യാനികൾക്ക് ഇതുവരെയും ഇത് ചുരുളഴിഞ്ഞിട്ടില്ല. അവർ തൃത്വത്തിനകത്ത് കിടന്ന് മറിയാണ്, പിതാവ് പുത്രൻ ആത്മാവ്. പിന്നെ അവർ പറയാണ് യേശുവാണ് എല്ലാം, ദൈവവും പിതാവും പുത്രനും എല്ലാം കൂടാണ്. അങ്ങനെ പുതിയ നിയമത്തിനകത്തൊരു വാക്ക് എഴുതി ചേർത്തിട്ട് കേട്ടോ. ഖുർആൻ വിശ്വാസികൾ പറയുന്ന ഓരോ വാക്കിനും മറുപടി കൊടുക്കുവാൻ നിന്നെ കൊണ്ട് കഴിയാത്തത് പുതിയ നിയമം നീ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പുതിയ നിയമം ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ്. യേശു പറഞ്ഞതിന് അപ്പുറവും ഇപ്പുറവും പോകരുത്. യേശു പറഞ്ഞതുപോലെ ചെയ്യുക. യേശു പറഞ്ഞു എൻ്റെ പിതാവിനെ ആരാധിപ്പീ, സത്യത്തിലും ആത്മാവിലും ആരാധിപ്പീ. ആ ദൈവം
അരൂപിയായ ദൈവമല്ല. ആ ദൈവം ആത്മാവല്ല, ആത്മാവിനെ പോലെയുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആത്മാവല്ലെന്ന്, അങ്ങനെ വെള്ളം ഒഴുകി നടക്കുന്നത് പോലെ, വായു ഓടി നടക്കുന്നത് പോലെ ഓടി നടക്കുന്ന ഒരു വ്യക്തി അല്ല ദൈവം. അതാണ് യേശു പറഞ്ഞത്, പിതാവായ ദൈവം എന്നെ പോലെ തന്നെയാണ്. ഞാൻ ആ പിതാവായ ദൈവത്തിന്റെ മടിയിൽ നിന്ന് വന്നവനാണ്. ഞാൻ ഒരുത്തൻ മാത്രമേ പിതാവായ ദൈവത്തെ മനുഷ്യനായി കണ്ടിട്ടുള്ളൂ. യഹൂദന്മാർക്ക് അത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. യഹൂദന്മാരുടെ രാജാവായിട്ട് വന്നവനെ അവർക്ക് ചേർക്കാൻ കഴിഞ്ഞില്ല. കാരണം താൻ ആത്മീയനായിരുന്നു. ആത്മീയമായ കാര്യങ്ങളാണ് താൻ പറഞ്ഞത്. ആത്മീയമായ ആ ജീവിതത്തെ കുറിച്ചാണ് താൻ പ്രസംഗിച്ചത്. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇതാണ് യേശു പ്രസംഗിച്ചത്. ആ യേശുവിനെ നീ ദൈവമാണ്, നീ തന്നെ ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന് പറഞ്ഞ് ദൈവത്തിനുള്ള മഹിമ നീ കൊടുക്കാതെ നീ യേശുവിന് കൊടുത്താൽ അത് വിഗ്രഹാരാധന പോലെയാണ്, തന്ത്രമന്ത്രവും ചെയ്യുന്നത് പോലെയാണ്. അതാണ് ഇന്നത്തെ സിറിയാനിക്കാരുടെ കുഴപ്പം, യാക്കോബക്കാരുടെ കുഴപ്പം, മർത്തോമാക്കാരുടെ കുഴപ്പം, കത്തോലിക്കരുടെ കുഴപ്പം. നിന്നെ കൊണ്ട് മുസ്ലിങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ കഴിയത്തില്ല. കാരണം പിതാവായ ദൈവം തൃത്വമല്ല. പിതാവായ ദൈവം ഏകനായ ഒരു വ്യക്തിയാണ്. മനുഷ്യനെ പോലെ ഒരു ഉത്തമനായ മനുഷ്യനാണ് സ്വർഗസ്ഥനായ ദൈവം. ഹല്ലേലൂയ. എന്നെ പോലെ തന്നെയാണ് പിതാവായ ദൈവം എന്ന് പറഞ്ഞു. ദൈവം ആത്മാവാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ആത്മാവിനെ പോലെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് ആ മൂലഭാഷയെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവെന്നല്ല. God is a spirit. That means ദൈവം ഒരു ആത്മാവിനെ പോലെ ഉള്ള വ്യക്തിയാണ്. അസലി ആരാണ്? ആത്മാവല്ല. അപ്പോൾ നമ്മൾ പറയും കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയും. യഥാർത്ഥമായിട്ട് യേശു ആരാണ്? ദാവീദിന്റെ പുത്രനാണ്. യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും, നിത്യപിതാവെന്ന് വിളിക്കപ്പെടും, അത്ഭുത മന്ത്രി എന്ന് വിളിക്കപ്പെടും, രാജാതി രാജാവെന്ന് വിളിക്കപ്പെടും. എൻ്റെ രണ്ടാമത്തെ വരവിൽ ഞാനിവിടെ നിർത്തട്ടെ. ദൈവമായ കർത്താവ് ഈ വചനങ്ങളെ കേട്ട് ഒക്കെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകും. അവിടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവും ദൈവമായുള്ളവേ, ഈ വചനം അനേകരുടെ ഉള്ളിലേക്ക് കടന്നു പോകുവാൻ വഴി തുറക്കണമേ, ഹൃദയങ്ങളെ തുറക്കണമേ. അനേകർക്കിത് ഒരു പ്രത്യേക ചൈതന്യമായി തീരണം. അവരെ ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം ദൈവത്തിന് കൊടുപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തോട് പ്രാർത്ഥിപ്പാനും, അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ ഏറ്റെടുക്കുവാൻ ഇടയാക്കണമേ. മിശിഹായുടെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ.